അടിയിലെ ബില്ല് നോക്കി ആവില്ല നിങ്ങളേ കൊണ്ടുവരുന്നതിന് നമുക്ക് വെറുതെ തരുന്നതാണ് പൈസ അതാ പറഞ്ഞത് മനസ്സിലായോ ഈ ചാർജ് ഏതാ അതാണ് ഞങ്ങൾ പറഞ്ഞത് ഡെലിവറി ചാർജ് ഈ ഇതിലുള്ളല്ലോ ഡെലിവറി ചാർജ് ഇത് ഞങ്ങൾക്ക് തരേണ്ട ബില്ലല്ലേ 598 രൂപ പിന്നെ ഈ 630 രൂപ എടുക്കുന്നത് എന്തിനാ അത് നമ്മൾ പറഞ്ഞല്ലേ നമ്മൾ ഇങ്ങനെ കൊടുന്ന് തരുമ്പോ കൊടുന്ന് തരുന്നതിനാണ് ഞങ്ങൾ ഈ ചാർജ് കൊടുക്കുന്നത് അല്ലേ നിങ്ങൾ സ്ഥിരമായിട്ട് 520 വാങ്ങിക്കാറെന്ന് ഉമ്മ പറഞ്ഞു ചേട്ടന്റെ പേരെന്താ അല്ല 620 വാങ്ങിക്കാറെന്ന് ഉമ്മ പറഞ്ഞു അത് ഓരോ മാസം കുറവ് നിൽക്കണാണ് ഈ മാസം കുറഞ്ഞ് കഴിഞ്ഞ മാസം 730 ആയിരുന്നു നിങ്ങളുടെ ഡെലിവറി ചാർജ് 30 ഇതിലിട്ടുണ്ട് പിന്നെ അഡീഷണലി നിങ്ങൾ എടുക്കുന്ന 30 എന്തിന്റെയാണ് നമ്മളിപ്പോ ഇത്ര ലോങ്ങാണ്ട് ഏറ്റിക്കൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല എന്ന് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേ നിങ്ങൾ കൊടുന്ന് തരുന്നത് എഴുതിയുള്ളത് എന്തെന്നാ അതെ ശരിയാണ് ഡെലിവറി ചാർജ് എന്നല്ലേ എഴുതിയുള്ളത് കേട്ടോ ഡെലിവറി ചാർജ് എഴുതിയേക്കുന്നത് എന്നിട്ട് ചേട്ടൻ അഡീഷണൽ ആയിട്ട് അതായത് 60 രൂപ ഒരു സിലിണ്ടറിന്റെ മുകളിൽ നിങ്ങൾ എടുക്കുന്നത് ഇനി മേലില് നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിച്ചോളെ ആ വീട്ടിൽ നിന്ന് വാങ്ങിക്കാതിരിക്കാം എനിക്ക് അത്ര പറയാനുള്ളൂ നിങ്ങൾക്ക് തരാൻ പറ്റില്ലെങ്കിൽ അവിടെ എഴുതി കൊടുക്കണം ഞങ്ങളെ ഈ കൺസ്യൂമർ നമ്പറിൽ തരാൻ പറ്റില്ല എന്നുള്ളത്